ഇവിടെ നോക്കിയേ, ഇവിടെ കോമ ഓപ്പറേറ്ററിൻ്റെ ഒരു യൂസേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ, ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. വെൽക്കം ടു എൻട്രി ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ HSST കമ്പ്യൂട്ടർ സയൻസിൻ്റെ C പ്രോഗ്രാമിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ വരാൻ സാധ്യതയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഗേറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഗേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. Assume that object of the type short, float and long occupies 2, 4, 8. അതായത് ഷോർട്ടിന് 2 ബൈറ്റ്, ഫ്ലോട്ടിന് 4 ബൈറ്റ്, അതേപോലെ തന്നെ എന്താണ് ലോങ്ങിന് 8 ബൈറ്റ്, അതാണ് പറഞ്ഞിരിക്കുന്നത് 8 ബൈറ്റ് റെസ്പെക്റ്റീവ്ലി. ദ മെമ്മറി requirement for variable t ignoring alignment consideration is. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു കോഡിനകത്ത് ഈ ഒരു കോഡിന് അല്ലെങ്കിൽ ഈ ടി എന്ന് പറയുന്ന വേരിയബിളിന് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ വേരിയബിൾ ടി എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിന് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയുടെ സൈസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നോക്കേണ്ടത് സ്ട്രക്ചർ ഉണ്ട്, സ്ട്രക്ചറിനകത്തൊരു യൂണിയൻ ഉണ്ട്, അല്ല ഇന്നറായിട്ടൊരു യൂണിയൻ ഉണ്ട്, യൂണിയൻ ഒരു വേരിയബിൾ ഉണ്ട്. സോ അതിനൊരു സൈസ് ഉണ്ടാവാം, ആ സൈസ് അതേപോലെ ഇതിൻ്റെ സൈസും കൂടെ ചേർത്തായിരിക്കും എന്ത് ടിയുടെ സൈസ് എന്ന് പറയുന്നത്, അല്ലേ? ഈ യൂണിയൻ വേരിയബിളിൻ്റെ യുവിൻ്റെ സൈസും എസിൻ്റെ സൈസും കൂടെ ചേർത്തായിരിക്കും എന്ന് പറയുന്നത് ടിയുടെ സൈസ്, ടോട്ടൽ സൈസ് കണ്ടുപിടിക്കുന്നു. സോ ഇവിടെ ഷോർട്ടിന് 2 ബൈറ്റ് ആണ് പറയുന്നിരിക്കുന്നത്. അങ്ങനെ 2 ബൈറ്റ് വെച്ചുള്ള 5 ലൊക്കേഷൻസ്, ഒരു അറേ ആണല്ലോ. അപ്പം 2 × 5 ഈസ് ഈക്വൽ ടു 10. ഓക്കെ, അവിടെ 10 വേണം, അല്ലേ? ഈ ഒരു വേരിയബിളിന് അല്ലെങ്കിൽ ഈ ഒരു അറയ്ക്ക് 10 സൈസ് വേണം. ഓക്കെ, ഇനി യൂണിയനകത്ത് 2 ഡിക്ലറേഷൻ ഉണ്ട്. ഒന്ന് ഫ്ലോട്ട് എന്ന് പറയുന്ന ഡിക്ലറേഷൻ, ഫ്ലോട്ട് y എന്ന് പറഞ്ഞാൽ അതിന് 4 ബൈറ്റ് വേണം. അതേ ലോങ്ങിന് എത്ര ബൈറ്റ് ആണ് വേണ്ടത്? 8 ബൈറ്റ്. ലോങ്ങിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട് 8 ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് എന്ത് യുവിൻ്റെ സൈസ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിയൻ ആയതുകൊണ്ട് സ്ട്രക്ചർ പോലെയല്ല. യൂണിയൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടത്തിൽ ആർക്കാണോ വലിയ സൈസ്, ഏത് വേരിയബിളിനാണോ ഏറ്റവും വലിയ സൈസ് ആവശ്യമായിട്ട് വരുന്ന ആ സൈസ് വെച്ചായിരിക്കും ഇതിൻ്റെ ഈ യൂണിയൻ്റെ വേരിയബിൾ ഡിക്ലറേഷൻ നടക്കുന്നത്. അപ്പോൾ യുവിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള മെമ്പർ വേരിയബിൾസിനകത്ത് ഏറ്റവും ലാർജ് സൈസ് ആരുടെയാണോ ആ സൈസിലായിരിക്കും യുവിൻ്റെ അലോക്കേഷൻ നടക്കുന്നത്. സോ ഇവിടെ ലാർജ് സൈസ് എന്ന് പറയുന്നത് ഇതാണ്, ലോങ് ഇസഡ്, അല്ലെ? ലോങ് ഇസഡിൻ്റെ 8 എന്ന് പറയുന്നതാണ് ലാർജ് സൈസ്. സോ യുടെ സൈസ് എത്ര ആയിരിക്കും? 8 ആയിരിക്കും, അല്ലെ? 4 കാണത്തില്ല, 8 മാത്രമായിരിക്കും. സോ ഈ 8ഉം ഈ 10ഉം, അല്ലെ? 8 + 10 എന്നുള്ളതായിരിക്കും ടിയുടെ സൈസ്. അപ്പോൾ എത്രയാണ്? 18. എത്രയാണ്? 8 + 10 18. സോ ആൻസർ എത്രയാണ്? സി. ഓക്കെ ആണല്ലോ. അപ്പോൾ യൂണിയനും സ്ട്രക്ചറും നമ്മൾ വ്യത്യാസമാണ്. സ്ട്രക്ചറിനകത്താണെങ്കിൽ അതിനകത്തുള്ള എല്ലാ വേരിയബിൾസിൻ്റെയും സൈസ് ടോട്ടൽ സൈസ് ആയിരിക്കും സ്ട്രക്ചറിൻ്റെ വേരിയബിളിൻ്റെ സൈസ്. എന്നാൽ യൂണിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ യൂണിയനകത്തുള്ള മെമ്പർ വേരിയബിൾസിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് സൈസ് ആർക്കാണോ ആവശ്യമായിട്ട് വരുന്നത് ആ സൈസ്, ഏറ്റവും ലാർജസ്റ്റ് സൈസ് ഏത് വേരിയബിളിനാണോ വേണ്ടി വരുന്നത് ആ സൈസിലായിരിക്കും ആ യൂണിയൻ്റെ വേരിയബിൾ ഡിക്ലറേഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. Assume that a character take 1 byte. ഒരു ക്യാരക്ടറിന് 1 ബൈറ്റ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ്. അപ്പോൾ ഒരു ക്യാരക്ടറിന് 1 ബൈറ്റ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ STRനകത്തേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന വെൽക്കം ടു സി എന്നുള്ള വാല്യൂ ആണ് STRൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ STRൻ്റെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്, സൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സൈസ്, അപ്പോൾ ഇതിനകത്തുള്ള ഒരു വാല്യൂ ആണ് വെൽക്കം ടു സി. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ലെറ്റേഴ്സ് ഉണ്ട്. സോ സൈസ് 10 ആണോ? അതോ ഇതിനകത്തൊരു നൾ ക്യാരക്ടറും കൂടെ, ഒരു സ്ട്രിങ് ആയതുകൊണ്ട് നൾ ക്യാരക്ടറിന് വരും, അതുകൊണ്ട് 11 ആണോ 10 ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. എന്നാൽ ഇതിൻ്റെ ഉത്തരം സി ആണ്. എന്താണ്? 20 ആണ്. എന്താണ് ഇവിടെ കൃത്യമായിട്ട് എന്താണ് STRന് മെമ്മറി സൈസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? 20 ബൈറ്റുള്ള ഒരു ലൊക്കേഷൻ ആർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്? STRന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് STRൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 20 തന്നെയായിരിക്കും. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് സൈസ് ഇല്ലാതെ ഒരു അറേ ഡിക്ലറേഷൻ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തുള്ള വേരിയബിളിൻ്റെ സൈസ്, ഇതിനകത്തുള്ള ലെറ്റർ ക്യാരക്ടറിൻ്റെ സൈസ് പ്ലസ് നൾ ക്യാരക്ടറിൻ്റെ സൈസും കൂടെ വെച്ച് നിങ്ങൾക്ക് സൈസ് പറയാമായിരുന്നു. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ഇതിൻ്റെ ബ്രാക്കറ്റിൽ എന്താണ് സൈസ് പറയുന്നത് കൊണ്ട് ആ സൈസ് തന്നെയായിരിക്കും എന്ത്? STRൻ്റെ സൈസ്. സോ ആൻസർ എത്രയാണ്? സി, 20 എന്നുള്ളതാണ്, അല്ലെ? 20 ആണ് ആൻസർ. What will be the printed by the program? എന്താണ് what will be printed by the program? ഈ പ്രോഗ്രാം എന്തായിരിക്കും പ്രിന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒന്ന് നോക്കിയേ. ഇൻറ്റ് മെയിൻ, അതിനകത്ത് എന്താണ് ഒരു അറേ ഉണ്ടാക്കിയിരിക്കുന്നു. ആ അറയ്ക്കകത്തേക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്നു. എന്താണ് 1
2 3 4 എന്ന് പറയുന്ന ഒരു സ്ട്രിങ് അറയ്ക്കകത്തേക്ക് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നു. എന്നിട്ടൊരു പോയിന്റർ വേരിയബിൾ, അറയുടെ പേര് S1 എന്നുള്ളതാണ്. എന്നിട്ടൊരു പോയിന്റർ വേരിയബിൾ ഉണ്ടാക്കിയിരിക്കുന്നു. പോയിന്റർ വേരിയബിളിൻ്റെ പേര് P എന്നാണ്. പോയിന്റർ വേരിയബിൾ P ആണ് അല്ലേ. എന്നിട്ട് എന്താ സംഭവിക്കുക? S1 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? S1 എന്ന് വെച്ചാൽ അറയുടെ പേരാണ്. അറയുടെ പേര് എന്ന് പറഞ്ഞാൽ അറയുടെ ആദ്യത്തെ മെമ്മറി അഡ്രസ്സാണ് അറയുടെ പേര് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറയുടെ പേരൊന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഇതിൻ്റെ മെമ്മറി അഡ്രസ്സ് 1000 ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ S1 ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നതെന്നറിയോ? 1000 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ S1 + 2 എന്ന് പറയുമ്പോൾ ഇതിനോടൊപ്പം 2 കൂട്ടുക എന്നുള്ളതാണ്. ഇതിനോടൊപ്പം 2 കൂട്ടുക എന്ന് വെച്ചാൽ 2 മെമ്മറി ലൊക്കേഷൻസ് മറികടക്കുക അല്ലെ, രണ്ടും കൂടെ. അപ്പോൾ ഇത് 0th ലൊക്കേഷൻ ആണെങ്കിൽ 2 കൂട്ടുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 2 മെമ്മറി ലൊക്കേഷൻ അപ്പുറത്തേക്ക് പോകുക, 1 2 അല്ലേ, 1 2 മെമ്മറി ലൊക്കേഷനിലേക്ക് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ 0യിൽ നിന്ന് 1, അതിൽ നിന്നും 2, അപ്പോൾ 2. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷനെയാണ് എന്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്? Pയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സാണ് എവിടേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? Pയിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർ പി എന്ന് വെച്ചാൽ Pയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്യുക? 0യെ എന്ത് ചെയ്യുക? പുട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? 0യെ സ്റ്റോർ ചെയ്തു. 0യെ സ്റ്റോർ ചെയ്തു. ഓക്കെ ആണല്ലോ. അതായത് S1ൻ്റെ കൂടെ 2 കൂട്ടി. S1ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ലൊക്കേഷൻ 2 ലൊക്കേഷൻ മുന്നോട്ട് പോകും അല്ലേ. അപ്പോൾ 2 ലൊക്കേഷൻ ഫോർവേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലൊക്കേഷനിലേക്ക് എത്തും അല്ലേ. ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് എടുത്ത് എവിടെ വെക്കും? പോയിന്ററിനകത്തേക്ക് വെക്കും. എന്നിട്ട് ആ പോയിന്ററിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ലൊക്കേഷൻ്റെ വാല്യൂ ആയിട്ട് എന്താണ്? 0 സെറ്റ് ചെയ്യുക. അപ്പോൾ 0 സെറ്റ് ചെയ്തു. ഇനി ഞാൻ S1 പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്? 1 2 0 4 എന്നായിരിക്കും. എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്? 1 2 0 4 എന്നായിരിക്കും. എന്താണ് 1 2 0 4? ഉത്തരം C ആണ്. ഓക്കെ ആണല്ലോ. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം? അപ്പം അടുത്ത എന്താണ് ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫൺ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഇവിടെ മെയിൻ പ്രോഗ്രാം നോക്കുക. നിങ്ങൾ പോസ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ആദ്യം വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് ബോഡി ഓഫ് ദി ലൂപ്പ്. അത് കഴിഞ്ഞ് നാലാമതായിട്ട് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ, പിന്നെ എന്താണ്? ഇത് 3 ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കത്തുള്ളൂ അല്ലേ. ആദ്യം കയറുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം എന്താണ് ഫോർ ലൂപ്പിലേക്ക് വരുന്നു. ഫോർ ലൂപ്പ് ഫണ്ടിനെ കോൾ ചെയ്യുന്നു. ഫണ്ടിനെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫണ്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താ? ആ വാല്യൂ ഇവിടെ വരും. ഫണ്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്? 16 എന്നുള്ള വാല്യൂ സ്റ്റാറ്റിക് ഇൻ്റ് ആണ്. ഒരു തവണ സ്റ്റാറ്റിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു തവണ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് അതിനകത്ത് വാല്യൂ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹോൾ പ്രോഗ്രാമിൽ ആ വാല്യൂവിന് എന്ത് ചെയ്യും? ആ ഒരു ഫംഗ്ഷനിൽ എക്സിറ്റ് ചെയ്താൽ പോലും ആ വാല്യൂ അവിടെ റിമെയിൻ ചെയ്യും എന്നുള്ളതാണ് സ്റ്റാറ്റിക്കിൻ്റെ പ്രത്യേകത. സോ 16, അപ്പോൾ ഇനിഷ്യലൈസ് ചെയ്ത് 16 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന 15 ആണോ 16 ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ അല്ലേ. ഇവിടെ പോസ്റ്റിംഗ് ഡിക്രിമെൻ്റ് ആയതുകൊണ്ട് ആദ്യം വാല്യൂവിനെ യൂസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 16 എന്നുള്ളതിനെ തിരിച്ചു കൊടുക്കും. 16 എന്നുള്ളതിനാണ് ഇത് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. എന്നിട്ടാണ് നമ്പിൻ്റെ വാല്യൂ എത്ര ആവുന്നത്? 15 ആവുന്നത് അല്ലേ. നമ്പിൻ്റെ വാല്യൂ 16 ആണ് ഇവിടെ വരാൻ പോകുന്നത്. ആ 16 ഇവിടെ വന്നതിന് ശേഷമാണ് 16 റിട്ടേൺ ചെയ്തതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? അത് 15 ആയിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ. 15 അല്ല റിട്ടേൺ ചെയ്തത്, 16 ആണ് റിട്ടേൺ ചെയ്തത്. സ്വാഭാവികമായിട്ടും അടുത്തായിട്ട് എന്താ സംഭവിക്കുന്നത്? വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യും. ഇപ്പോൾ എന്താണ്? ഇതിനകത്തുള്ള വാല്യൂ 15 ആണ് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 15 റിട്ടേൺ ചെയ്യും. 15 ഇവിടെ റിട്ടേൺ ചെയ്യും. എന്നിട്ടാണ് അത് എന്തായിട്ട് മാറുന്നത്? 14 ആയിട്ട് മാറുന്നത്. 15 റിട്ടേൺ ചെയ്യും. എന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? 14 ആയിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഇതെല്ലാം നടക്കുന്നത് ഇനി ഈ ഫംഗ്ഷനാണ് കോൾ നടക്കുന്നത് അല്ലേ. ഈ ഫംഗ്ഷൻ കോൾ നടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? 15 എന്നുള്ളത് എന്താണ്? ഇപ്പോൾ 14 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. 14 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്തതിന് ശേഷം ഇവിടെ 14 ആയിരിക്കും വരുന്നത്. അതിനുശേഷമാണ് എന്ത്? ഐയുടെ വാല്യൂ എന്നിൻ്റെ വാല്യൂ എന്തായിട്ട് മാറുന്നത്? 13 ആയിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം റിട്ടേൺ ചെയ്യും, പിന്നെ ഡിക്രിമെൻറ്റ് ചെയ്യും. ആ ഒരു ലോജിക്ക് അറിഞ്ഞാൽ മതി. സോ ആദ്യം പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് 14 എന്ന് പറയുന്ന സംഖ്യ ആയിരിക്കും. ആദ്യം പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് 14 എന്ന് പറയുന്ന സംഖ്യ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം 13 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. 13 എന്ന് പറയുന്ന വാല്യൂ വന്നതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ എന്ത് സംഭവിക്കുന്നത്? 12 എന്ന് പറയുന്ന വാല്യൂ ആവുന്നത്. അത് ഈ ഫംഗ്ഷനെ ആയിരിക്കും കോൾ ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ 12 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഇവിടെ വരുന്നത്. അതിനുശേഷം ഇതെന്താവും? 11 ആവും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഇവിടെ അടുത്ത കോൾ എന്താ നടക്കുന്നത്? ഇവിടെയാണ് കോൾ നടക്കുന്നത്. ഇവിടെ കോൾ നടക്കുമ്പോൾ എന്താണ്? 11 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ വന്നതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഇത് 10 ആയിട്ട് മാറുന്നു. അപ്പോൾ അടുത്ത പ്രിന്റ് ചെയ്യുന്ന ഏതാണ്? 11 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അടുത്ത പ്രിന്റ് ചെയ്യുന്നത് എന്താണ്? 11 എന്ന് പറയുന്ന വാല്യൂ. ഇപ്പോൾ തന്നെ ഓപ്ഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് 14 11 ഇത് തന്നെയാണ്.
അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട കാര്യം, ആദ്യം ഈ വാല്യൂ എന്താണോ നമ്പിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്തതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, ഡിക്രിമെൻറ്റ് നടക്കുന്നത്. അതാണ് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ ആണല്ലോ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എന്താണ് പോസ്റ്റിൻ്റെയും പ്രീയുടെയും പ്രത്യേകത. പ്രീ ഇൻക്രിമെൻ്റ് ഒരു ഡിക്രിമെൻ്റ് ആണെങ്കിൽ ആദ്യം ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ് നടക്കും, എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യുന്നത്. എന്നാൽ പോസ്റ്റ് ആണെങ്കിലോ ആദ്യം ആ വാല്യൂ അവിടെ ഉപയോഗിക്കും, യൂസ് ചെയ്യും, എന്നിട്ടായിരിക്കും ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് നടക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ കോമ ഓപ്പറേറ്ററിൻ്റെ ഒരു യൂസേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ, ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ എയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എയുടെ വാല്യൂ 3 എയുടെ വാല്യൂടൊപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. സോ എയുടെ വാല്യൂ 3ഉം 1ഉം കൂടെ കൂട്ടി 4 ആവുന്നു. എയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി, 4 ആയി. ഓക്കെ, അത് കഴിഞ്ഞ് 5 എന്ന് പറയുന്ന ഒരു വാല്യൂ, അത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അവിടെ 5 എന്ന് പറയുന്ന ഒരു വാല്യൂ അവിടെ കിടക്കുന്നു, അത് അസൈൻ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അടുത്ത എ എന്ന് പറയുന്ന വാല്യൂനെ റിട്ടേൺ ചെയ്യുന്നു. എ എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ എത്രയാണ്, 4 ആണ് അല്ലേ. അത് റിട്ടേൺ ചെയ്തിട്ട് ആ 4നെ എന്ത് ചെയ്യുന്നു, എയോടൊപ്പം ആഡ് ചെയ്ത് എയിൽ തന്നെ വെക്കുന്നു അല്ലേ. 4 + 4 8. ആ 8 എന്ത് ചെയ്തു, എയിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ 8 എന്ന് പറയുന്ന വാല്യൂ എയിൽ സ്റ്റോർ ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടുന്ന് പ്രിന്റ് ചെയ്യുന്ന വാല്യൂ എത്ര ആയിരിക്കും, 8 എന്നുള്ളതായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. സോ ആൻസർ ഡി ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഒരിക്കലും ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്തിനോടൊപ്പം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കോൺസ്റ്റൻറ്റിനോടൊപ്പം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററോ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വേരിയബിൾ നെയിമിനോടൊപ്പം മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. a++ അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് അല്ലേ, അല്ലെങ്കിൽ y++, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റിനോടൊപ്പം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഫോർ എക്സാമ്പിൾ ഇപ്പം 10++ എഴുതാൻ പറ്റത്തില്ല, എറർ ആയിരിക്കും ഉണ്ടാകുന്നത്. 10++ എന്ന് വെച്ചാൽ എറർ ആയിരിക്കും. അതുപോലെ -8 എന്താണ്, എറർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് ഈ പ്രോഗ്രാം നോക്കിയേ. ഈ പ്രോഗ്രാമിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇൻറ്റ് c −2. യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ അല്ല. ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ആയിരുന്നെങ്കിൽ ഇത് ചേർന്നിരുന്നേനെ, ഇങ്ങനെ ഇരുന്നേനെ അല്ലേ, -2. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇതിനെ നമ്മൾ കാണുന്ന -2 എന്നാണ്. നമ്മുടെ മാത്തമാറ്റിക്സിനകത്ത് -2 എന്നുള്ളതാണ് ഈ ഒരു മീനിങ്. -2 എന്നുള്ളതാണ് ഈ ഒരു മീനിങ്. -2 വന്നു കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്, +2 ആയിട്ട് മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. -ഉം കൂടെ വെട്ടി നമ്മൾ എന്താവും, +2 ആയിട്ട് മാറും. സോ സിയിലേക്ക് വന്ന് സ്റ്റോർ ചെയ്യുന്നത് ഒരു +2 വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സി പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്, ഈ 2 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്തത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ ഓപ്പറേറ്റർ അല്ല, അവിടെ -2 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആണ്. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, മൈനസും കൂടെ ക്യാൻസൽ ആയിട്ട് അതൊരു +2 ആയിട്ട് മാറും. +2 ആയിരിക്കും സിയിൽ സ്റ്റോർ ചെയ്യുന്നത്. പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. +2 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, ചിഹ്നം കാണത്തില്ല, 2 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം, മോഡൽ ചോദ്യം തന്നെയാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ i ≠ i > 14 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐയുടെ വാല്യൂ ആദ്യം നോട്ട് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എഴുതണമായിരുന്നു, നോട്ട് എന്താണ് i > 14 എന്നായിരുന്നെങ്കിൽ, നോട്ട് i > 14 ആയിരുന്നെങ്കിൽ ആദ്യം ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ ആയിരിക്കും നോട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഐയെ നോട്ട് ചെയ്തിട്ട് ആ റിസൾട്ട് ഉപയോഗിച്ചാണ് > ഓപ്പറേഷൻ നടക്കുന്നത്. സോ ഐയെ നോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എന്ന് വെച്ചാൽ ഒരു എന്താണ്, ഒരു നമ്പറാണ് അല്ലേ, 0 അല്ലാത്ത ഒരു നമ്പറാണ് ഐ എന്ന് പറയുന്നത്. 10 എന്ന് പറയുന്ന നമ്പറാണ്. സ്വാഭാവികമായിട്ടും അതിനെ നോട്ട് ചെയ്യാന്ന് വെച്ചതാണ് 0 ആയിട്ട് മാറും. അതിന് എന്താവും, 0 നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിട്ട് മാറും. സോ ഇവിടെ എന്തായിട്ട് മാറും, 0 ആയിട്ട്. 0 > 14 ട്രൂ ആണോ, ട്രൂ അല്ല. അല്ലെങ്കിൽ അത് തന്നെ 0 > 14 ട്രൂ ആണോ, അല്ല, ട്രൂ അല്ല. 0 പോകുന്നതിനേക്കാൾ വലുതാണോ, ട്രൂ അല്ല. ട്രൂ അല്ലാത്ത സ്ഥിതിക്ക് എന്തായിരിക്കും ഇതിലേക്ക് സ്റ്റോർ ആവുന്ന 0 എന്ന് പറയാം. അപ്പോൾ ഇത് ട്രൂ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, 0 എന്ന് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യും. ട്രൂ അല്ല എങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, 0 എന്ന് പറയുന്ന വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യും. ആ 0 എന്ന് പറയുന്ന വാല്യൂ എവിടേക്ക് വരും, 0 എന്ന് പറയുന്ന വാല്യൂ എവിടേക്ക് വരും, ഈ ഐയിലേക്ക് വരും. അങ്ങനെ ഐ പ്രിന്റ് ചെയ്യും. എന്താണ് പ്രിന്റ് ചെയ്യുന്നത്, 0 എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഐ പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിന്റ് ചെയ്തത്, 0 എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ഐയുടെ വാല്യൂ 0 എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ബ്രാക്കറ്റിലായിരുന്നെങ്കിൽ ആദ്യം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പാരിസൺ നടക്കും, എന്നിട്ട് ആ കമ്പാരിസനെ നോട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇവിടെ എന്താണ് ആദ്യം നടക്കുന്ന ഐ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യും, അതിനുശേഷം കമ്പാരിസൺ ചെയ്യും. കമ്പാരിസന്റെ റിസൾട്ട് എന്താണോ 0 അല്ലെങ്കിൽ 1 എന്നുള്ളതായിരിക്കും റിസൾട്ട് എപ്പോഴും വരുന്നത്. അപ്പോൾ 0 ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ വരുന്ന 0 ആണ്, ആ 0 എന്ന് പറയുന്ന വാല്യൂ അങ്ങോട്ട് വരും. അപ്പോൾ 0 > 14 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്, ഫോൾസ് ആണ്. ആ 0 1ലേക്ക് വരുന്നു, 0 പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പല ക്ലാസ്സുകളിലായിട്ട് കുറേ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അനുബന്ധ വിവരങ്ങളും അതേപോലെ തന്നെ ഗേറ്റിലും നെറ്റിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ സ്പീഡ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ പരീക്ഷാ പേപ്പറിൽ പല ചോദ്യങ്ങളും കാണുമ്പം നമുക്ക് ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി പല മോഡൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് പിന്നെ ഒരു ക്ലാസ്സിൽ കാണാം. ബൈ.